ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചണിൽ ഞങ്ങൾ രണ്ട് ടീമായി റെഡി ആയിട്ട് നിൽക്കുകയാണ്. റെഡിയല്ലേ? എനർജറ്റിക് ആയിട്ട് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ റെഡിയാന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ഒരു സെഗ്മെന്റ് ആണ്. രണ്ടുപേരും രണ്ട് ടീമിലാണ്. നിങ്ങളുടെ ടീമിന്റെ പേരൊന്ന് ഉറക്കെ പറഞ്ഞേ. നിങ്ങളുടെ ടീമിന്റെ പേരെന്ന് പറഞ്ഞേ. പപ്പായ്. അപ്പൊ പപ്പായും ചോട്ടബീമും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഗുസ്തിക്ക് റെഡി ആയിട്ട് നിൽക്കുക അല്ലേ? അല്ലേ? ആരെ ഫസ്റ്റ് മേടിക്കണമെന്നൊക്കെ നോക്കണ്ടേ? നമുക്ക് ഇതിന് മുമ്പ് ഞാനല്ല ജഡ്ജ് ചെയ്യണേ, നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ ജഡ്ജ് ചെയ്യാനൊക്കെ ഒരു ചീഫ് ഉണ്ട്. ആരാ? നമ്മുടെ ഷെഫ് അങ്കിൾ. ഷെഫ് അങ്കിളിനെ നമുക്ക് വിളിക്കാം. ഡിയർ ഷെഫ്, ജോയിൻ us. ഹലോ. ഹായ്. എന്താണ് വേണ്ട ഫൈറ്റിംഗ് നിൽക്കണ പോലെ നിൽക്കണമെന്നല്ല എല്ലാവരും ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക ഗുസ്തിക്ക്. ടീമൊക്കെ തിരിഞ്ഞിട്ട് എന്തൊക്കെയാണത് പറഞ്ഞു കൊടുക്കാം അങ്കിളിന്. ചോട്ടാബീമായിട്ട് വലിയ സെയിം അതുപോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങള് പപ്പായ. ഓ അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി അപ്പൊ എന്തായിരുന്നു നിങ്ങൾ ചെയ്യണത്? നമ്മള് ലസാനിയ പാസ്ത അല്ലേ? ഓക്കെ, കുക്കിംഗ് തുടങ്ങുന്നതിന് എന്താ പരിപാടി? ഇന്ന് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കുട്ടി ഷെഫുമാരെ റെഡിയാക്കണം. ഷെഫുമാരാവുന്നതിന് മുമ്പ് ഏപ്രിൻ ക്യാപ്പൊക്കെ ധരിച്ചാണ് നമുക്ക് കിച്ചണിൽ കയറാൻ അല്ലേ? ഇത് നല്ല രസമുണ്ട്. ഇവരുടെ ടീമിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഓ, ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അപ്പൊ നമ്മള് ഇന്ന് പാസ്ത നമ്മൾ ചെയ്യണത് അല്ലേ? പാസ്തയുടെ പേര് ഒന്നും പറഞ്ഞേ. എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ? ടൊമാറ്റോ, ഓക്കെ, ചീസ്, ഗാർലിക്, ഓക്കെ, സോൾട്ട്, ടൊമാറ്റോ സോസ്, ഓണിയൻ, കോൺ, പെപ്പർ, ചിക്കൻ, മൈദ, പാസ്ത ഷീറ്റ്. ഓക്കെ. ഇവിടെ ഒരു സാധനം വെറുതെ ഇരിപ്പുണ്ട്, അത് പറഞ്ഞില്ല. അതാണ് ബേസിൽ ലീഫ്. മാക്സിമം നമ്മൾ 10 മിനിറ്റാണ് നമ്മൾ തരിക. 10 മിനിറ്റ് കൊണ്ട് ഈ പാസ്ത ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഏരിയ ഇപ്പൊ നമ്മൾ എപ്പോഴും എങ്ങനെ ഇരിക്കുന്നത് ആ ഏരിയ അതുപോലെ ക്ലീൻ ആയിരിക്കണം. ഈ രണ്ട് ടാസ്ക് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വാച്ച് ഉണ്ട്. ഓക്കെ, ആ വാച്ച് ആയിരിക്കും ചേച്ചി. ഞാൻ ടൈം കൗണ്ട് ഡൗൺ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിംഗ്. 1 2 3. ഇന്ന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് കേട്ടോ. ഇവർക്ക് ഈ ഒരു ഇതിൽ വിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെ ഒരു പോയിന്റ് സിസ്റ്റം ആണ് ഇന്ന് മുതൽക്ക്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിന് ആൻസർ പറഞ്ഞാൽ അതിന് ലാസ്റ്റ് എക്കുമ്പോഴേക്ക് ഇത് ആരാണോ കൂടുതൽ പോയിന്റ്സ് നേടുന്നത് അവർക്കാണ് പ്രൈസ്. ഓ, ഇവിടെ തുടങ്ങിയല്ലോ പരിപാടി. ഇതിപ്പോ എന്തൊക്കെയാ ഇട്ടേ അമ്മമ്മ? ഒലിവ് ഓയിൽ ഒഴിച്ചു, ഗാർലിക് ഇട്ടു, ഓണിയൻ ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു. ഇനി ഒരുപാട് നേരം എടുക്കുമോ? ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഒരു 5.5 മിനിറ്റ് ഉണ്ടേ. 5.5 മിനിറ്റ് ഉണ്ടേ. കഴിയാറായോ? തീരാറായില്ലേ? ഇനി നിങ്ങൾക്ക് ഒരു 4.75 മിനിറ്റ് ഉണ്ട്. ആ ചേച്ചിയുടെ ടൈം ഒന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ ഒന്നും തീരാറായി. ടൈമർ മേടിച്ചു വെക്കണോ? ടൈമർ മേടിച്ച് ഞാൻ തരില്ല. ടൈമർ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. 4 മിനിറ്റ് കൂടെ ഉണ്ട് നമുക്ക്. നിങ്ങൾക്ക് 4 മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവരുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ആവണേ. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഷെഫ് ടൈം കഴിയാറായിരിക്കുകയാണ്. ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഉപ്പ് ഇടണോ? ഇട്ടു. 2 ഓപ്ഷൻ ഉണ്ട്. ചേച്ചി പറഞ്ഞു നിങ്ങളുടെ ടൈം കഴിഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ടൈം കഴിഞ്ഞു, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞില്ലാന്ന് പറഞ്ഞു. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ ടൈം ഇത് ഞാൻ മേടിച്ചു വയ്ക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് തരാം. എന്ത് വേണം?
മേടിച്ചു 5 മിനിറ്റ് കിട്ടിയാ പോരെ? മതി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, ഒരു 5 മിനിറ്റ് കൂടെ. 5 മിനിറ്റ് കൂടെ ഞാൻ തരാം. അതിനുള്ളിൽ പപ്പായ ടീമിന് കഴിയണം. ഓക്കെ. ഇനി നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. Okay. ഇനി 4 മിനിറ്റ്സ് കൂടിയേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. ഇവിടെ പപ്പടം കഴിച്ച് വെച്ചിരിക്കുകയാണ്, അല്ല പാസ്ത കോരി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ക്ലീനിങ് ഉണ്ട്. 2 മിനിറ്റ്സ് കൂടി ഉണ്ട് കേട്ടോ. One minute കൂടെ ഉള്ളൂ. Few seconds. 50 seconds more. ക്ലീനിങ്ങിന് മാർക്കുണ്ട്. 40 seconds more. ഓ ലെയർ ആയിട്ടാണല്ലേ. ഫൈൻ. എനിക്ക് 30 seconds കൂടെ ഉണ്ട്. ഇതാണോ? 10 seconds more. 5 4 3 2 1. കഴിഞ്ഞോ? നിങ്ങളുടെ പരിപാടി എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ? കുക്കിംഗ് കഴിഞ്ഞു. ചീസ് ഇട്ടു ബേക്ക് ചെയ്യാൻ കയറ്റി. റെഡിയാണോ? ഇനിയിപ്പോ ആരുടെ ബേക്ക് സമയം തീർന്നു അവരാണ് ആദ്യം വിൻ ചെയ്യണം അല്ലേ? ഓക്കേ. ഒരാളാ വിൻ ചെയ്യണം. 1.5 മിനിറ്റ് കൂടെ ഉണ്ട്. 1.5 മിനിറ്റിനകത്ത് തീരുമോ? ചോട്ടാ ഭീമിന്റെ പാസ്ത റെഡി ആയിരിക്കുകയാണ്. എടുത്തോളൂ. ഗാർണിഷ് ഇമ്പോർട്ടന്റ് ആണ്. പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ഗാർണിഷ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. നിങ്ങളുടെ ടൈം ഇതാ തീരാൻ പോവാണ്. ഇനി ഒരു 10 സെക്കൻഡ്സ് കൂടെ ഉള്ളൂ. ടൈം തീരാൻ പോകുന്നു. 10 സെക്കൻഡ്സ് കൂടെ ഉള്ളൂ. 8 ടൈം 7 തീരാൻ പോകുന്നു. 6 ഇനി ആരാ ആദ്യം കൊണ്ടുവരുന്നത്? 4 3 2 1. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. എങ്ങനെയുണ്ട്? കാടും പടലും ഒക്കെ വാരിയിട്ടുണ്ടല്ലോ ഒരാളിവിടെ. ചോട്ടാ ഭീമിന്റെ പാസ്ത, പപ്പായയുടെ പാസ്ത. രണ്ടും കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതാ നല്ലത് ഏതാന്ന്. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം കുക്കിംഗിൽ ഏതാ നല്ലത്, ടേസ്റ്റ് ഏതാന്ന് ഞാൻ പറയാം. ടൈമിലും മാർക്ക് കൊടുക്കണ്ട, ഇതിലും മാർക്ക് കൊടുക്കണ്ട. വേണ്ട. ടൈം തീർന്നു. ഞാൻ നോക്കട്ടെ. ഷെഫ് അത്രയൊക്കെ അഭിപ്രായം പറയുമ്പോൾ പിന്നെ ചീസൊക്കെ ശരിക്കും മെൽറ്റായിട്ടുണ്ട്. ഞാൻ ചിക്കൻ പീസ് ആണ് കേട്ടോ നോക്കണേ. പിന്നെ വേറെ ഞാൻ പറയാം സീസണിങ്. ഇപ്പൊ അവർ ഉപ്പിട്ടിരിക്കുന്നത് കറക്റ്റ് ആണ് അല്ലേ? അതിനപ്പുറത്തേക്ക് എന്താ നമുക്ക് വേണ്ടത്? എന്താ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വേറെ അല്ലേ? ഗുഡ്. ഡിസൈഡ് ചെയ്തോ? ഇവർക്ക് പോയിന്റ്സ് ഉണ്ട് കേട്ടോ, ഫസ്റ്റ് കിട്ടുന്നവർക്ക്. ഫസ്റ്റ് ആയിട്ട് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഞാനെടുത്ത് ടേസ്റ്റ് വൈസ് ഓക്കെയാണ്, പക്ഷെ പ്രസന്റേഷൻ വൈസ് മാത്രമേ എനിക്ക് ഒരു ഈ സൈഡ് ഒരല്പം നിൽക്കുന്നുണ്ട്. കാര്യം പ്രസന്റേഷൻ എന്തായാലും അവർ ശരിക്കും എന്താ ചീസ് ഒലിച്ചു പോയിട്ടില്ല. ഇവരത് ഓവറായിട്ട് ചീസ് ഒലിച്ചങ്ങ് പോയി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൊണ്ട് ഞാൻ സ്പിനാച്ച് ടീമിന് പപ്പായ ടീമിന് കൊടുക്കുന്നത്. പപ്പായ ടീമിന് ഓക്കെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പപ്പായ ടീമിനാണ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ പറ. കൺഗ്രാറ്റുലേഷൻസ്.